Hi students, welcome to the lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ കോൺസെപ്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. ബേസിക്കലി എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്താണെന്നുള്ളതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മളതൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് ചെയ്ത് എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ളത് പറയാൻ പോവാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഡൈനാമിക്കൽ ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കുറച്ചും കൂടി ക്ലിയർ ആവും. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുന്ന ഡൈനാമിക്കൽ വേരിയബിൾ, പൊസിഷൻ എന്ന് പറയുന്ന പാരാമീറ്റർ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ തരും. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ confined to move along x-axis, and its state is described by the position, described by the wave function psi of x comma t. x എന്ന് പറയുന്ന പൊസിഷനും t എന്ന് പറയുന്ന സമയത്ത് at an instant t ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ടിയിൽ അറ്റ് പർട്ടിക്കുലർ പൊസിഷനിൽ വേവ് ഫംഗ്ഷൻ psi of x t എന്നൊരു ഫംഗ്ഷനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ് ഈ വേവ്. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. What is mean by expectation value of position? ഒരു പാർട്ടിക്കിൾ ഉണ്ട്. that particle is move along x-axis. പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. ആ പാർട്ടിക്കിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിളിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് ഇന്ന പൊസിഷൻ എന്ന് പറയുന്ന പ്രോബബിലിസ്റ്റിക് ആസ്പെക്റ്റിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അക്യുറേറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റ് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രോബബിലിസ്റ്റിക് ആസ്പെക്റ്റിലേ നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇഫ് വി മെഷർ യു കൺസിഡർ സെവറൽ സിമിലർ പാർട്ടിക്കിൾസ്. അതായത് നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ആ പാർട്ടിക്കിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് അതേപോലെയുള്ള പാർട്ടിക്കിളുകളെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. ഇമാജിനേഷൻ മാത്രമാണ്. ഇമാജിൻ ചെയ്യുന്നു. എല്ലാ പാർട്ടിക്കിളുകളുടെയും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi of x t ആണെന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ if we measure position of great many identical particles described by the same state function psi of x t and average the result. ഇപ്പം എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ പറയുന്നത് ആ പാർട്ടിക്കിളിനെ പോലുള്ള ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ആ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എല്ലാ പാർട്ടിക്കിളുകളുടെയും വേവ് ഫംഗ്ഷൻ എല്ലാ പാർട്ടിക്കിളും ഒരേ സ്റ്റേറ്റിൽ തന്നെയാണ്. എല്ലാ പാർട്ടിക്കിളുകളുടെയും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi of x t എന്ന് പറയുന്ന സെയിം വേവ് ഫംഗ്ഷനാണ്. ഒരേ വേവ് ഫംഗ്ഷൻ കൊണ്ട് ഒരേ സ്റ്റേറ്റ് ഫംഗ്ഷൻ കൊണ്ട് ക്യാരക്ടറൈസ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഗ്രേറ്റ് മെനി പാർട്ടിക്കിൾസ് ഇമാജിൻ ചെയ്യുക. ആ എല്ലാ പാർട്ടിക്കിളുകളുടെയും എക്സ്പെക്റ്റേഷൻ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത്
ഇതൊക്കെ മാത്തമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മെഷർ ചെയ്താൽ കിട്ടുന്ന ആ റിസൾട്ടുകളുടെ ആവറേജ് ആണ് ക്വാണ്ടം മെക്കാനിക്കലി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദാറ്റ് സിംഗിൾ പാർട്ടിക്കിൾ. നമ്മളൊരു പാർട്ടിക്കിളിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിളുകളെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ എല്ലാ പാർട്ടിക്കിളുകളെയും ഒരേ പർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ എല്ലാ പാർട്ടിക്കിളുകളുടെയും എക്സ്പെക്ടേഷൻ വാല്യൂ, ആ എല്ലാ പാർട്ടിക്കിളുകളുടെയും പൊസിഷൻ നിങ്ങൾ മെഷർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആവറേജ് എടുത്താൽ കിട്ടുന്ന റിസൾട്ടാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദിസ് പൊസിഷൻ. ഇതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റാണ്, മാത്തമാറ്റിക്കലായിട്ട് മാത്രം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യാം. ഓക്കെ ഒരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിൾ ഇമാജിൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു അനലോഗി വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതേ പ്രോബ്ലം തന്നെ ചെയ്യാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക ഒരു എക്സ് ആക്സിസിൽ ഒരുപാട് പാർട്ടിക്കിൾസുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. ദിസ് ഈസ് ദ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഒരുപാട് പാർട്ടിക്കിൾസുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഇത് x1 എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അവിടെ n1 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് x2 എന്ന് പറയുന്ന വേറൊരു പൊസിഷൻ, അവിടെ n2 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് x3 എന്ന് പറയുന്ന വേറൊരു പൊസിഷൻ, n3 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. x4 n4, അങ്ങനെ ഒരുപാട് x5 n5, അങ്ങനെ ഒരുപാടുണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. സോ ഇങ്ങനെ ഒരു എക്സ് ആക്സിസിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരുപാട് പാർട്ടിക്കിളുകൾ ഓരോരോ പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പാർട്ടിക്കിളിൻ്റെ ആവറേജ് പൊസിഷൻ എത്രയാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ ആവറേജ് ആയിട്ട് പാർട്ടിക്കിളിനെ കാണാനുള്ള ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഒരു പാർട്ടിക്കിളിൻ്റെ ആവറേജ് പൊസിഷൻ എന്തായിരിക്കും എന്ന് ഒരുപാട് പാർട്ടിക്കിൾസ്, ഒരു പാർട്ടിക്കിൾ x1ലാണ്, n1 പാർട്ടിക്കിൾ x1ലാണ്, n2 പാർട്ടിക്കിൾ x2ലാണ്, n3 പാർട്ടിക്കിൾ x3ലാണ്, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. The particles are distributed throughout the straight line along x-axis. Okay, so what is the average position of the particle? Mathematically നമ്മൾ വളരെ പറയാറുള്ളതാണ് ആവറേജ് പൊസിഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതിനെ നമുക്ക് x ബാർ എന്നാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറ്. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സിഗ്മ ഐ ni xi, അതായത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. നമുക്കറിയാം n1 x1 പ്ലസ് n2 x2 plus n3 x3 plus etc. divided by total number of particles n1 plus n2 plus n3 plus etc. Okay, this can be written as sigma I ni xi divided by sigma I ni. ഇതാണ് എക്സ് ബാർ. ക്ലിയർ? ഇതാണ് ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആവറേജ് റിസൾട്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് കാണാം? നമ്മളുടെ പ്രോബ്ലത്തിൽ എന്താ, ഒരു എക്സ് ആക്സിസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് എന്താ, എക്സ് ആക്സിസിൽ ഒരുപാട് പാർട്ടിക്കിളുകൾ ഓരോ ഡിഫറെൻറ്റ് പൊസിഷനിൽ ലൊക്കേറ്റ് ചെയ്തേണു. അതിൻ്റെ ആവറേജ് പൊസിഷനാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ഓഫ് ദ പൊസിഷൻ ഓർ സിംപ്ലി ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദ പൊസിഷൻ ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ. ഒരു സിംഗിൾ പാർട്ടിക്കിളിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലാസിക് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കൊരു പാർട്ടിക്കിളിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇതൊരു n പാർട്ടിക്കിൾ, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു ആവറേജ് പൊസിഷൻ പറഞ്ഞത്. ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ്, ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ഈ ni നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇപ്പോൾ ni xi പൊസിഷനിൽ ni പാർട്ടിക്കിൾസ് ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്.
xi പൊസിഷനിലെ ni പാർട്ടിക്കിൾസ്. ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആവുമ്പോഴോ niക്ക് പകരം അത് എന്ത് വരും? പ്രോബബിലിറ്റി വരും. ni ഈസ് റീപ്ലേസ്ഡ് ബൈ the probability density mod psi square. ആ പാർട്ടിക്കിളിനെ ആ സ്ഥലത്ത് കാണാനുള്ള പ്രോബബിലിറ്റി. അതായത് ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നുള്ളൂ, ഈ സ്ഥലത്തും ആ പാർട്ടിക്കിളിനെ കാണാൻ പ്രോബബിലിറ്റി ഉണ്ടാവും, ഈ എല്ലാ ഡിഫറെൻറ്റ് പോയിന്റുകളിലും പാർട്ടിക്കിളുകളെ കാണാൻ പ്രോബബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ ni(xi) ഡിവൈഡഡ് ബൈ സിഗ്മ ni എന്ന് എഴുതിയതിന് പകരം ഇവിടെ നമ്മൾ ഓരോ പോയിന്റുകളിലെയും ഇപ്പോൾ x1ലെ പ്രോബബിലിറ്റി, x2ലെ പ്രോബബിലിറ്റി, x3ലെ പ്രോബബിലിറ്റി അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. അപ്പോൾ ni ആ പെർട്ടിക്കുലർ പൊസിഷനിൽ മോഡ് സൈ സ്ക്വയർ dx, ഒരു നിങ്ങളൊരു ചെറിയ കഷ്ണം ഇന്റർവൽ dx ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡ് സൈ സ്ക്വയർ dx ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ ഒരു സഫിക്സ് ഐ കൊടുത്തു, മോഡ് സൈ ഐ സ്ക്വയർ dx എന്ന് കൊടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി pi ഈസ് റീപ്ലേസ്ഡ് ബൈ ni. pi ഈസ് probability pi for a single particle. നമുക്ക് ഒന്നുകൂടി അത് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. For a single particle, the probability, the number of particles ni is replaced by probability pi. Okay, അപ്പോൾ pi is mod psi i square dx എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ this is the probability at x is equal to xi. This is the probability at x is equal to xi. Clear? Then അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ഇപ്പോൾ x1 പൊസിഷനിലെ അവിടുത്തെ പ്രോബബിലിറ്റി p1 എന്ന് കൊടുക്കുക, x2ലെ പ്രോബബിലിറ്റി p2 എന്ന് കൊടുക്കുക, x3ലെ പ്രോബബിലിറ്റി p3 എന്ന് കൊടുക്കുക, അങ്ങനെ കൺസിഡർ ചെയ്യുക. ഇത് നമ്മൾ എല്ലാ പോയിന്റുകളും കൺസിഡർ ചെയ്യുമ്പോൾ ഈ സിഗ്മ ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണെന്ന് അറിയാം. ഇതൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സമ്മേഷനാണ് സിഗ്മ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് സമ്മേഷൻ വരുമ്പോൾ സിഗ്മ എന്നുള്ളത് ഇൻ്റഗ്രേഷൻ ആയിട്ട് മാറും. സോ ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ x is equal to integral minus infinity to plus infinity x into mod psi square dx divided by integral minus infinity to plus infinity mod psi square dx. നമ്മൾ ഈ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്, സിഗ്മ ഐ ni xi ഡിവൈഡഡ് ബൈ സിഗ്മ ഐ ni. ഈ niക്ക് പകരം പ്രോബബിലിറ്റി കൊടുത്തു, pi അതായത് മോഡ് സൈ സ്ക്വയർ dx കൊടുത്തു. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തത്? അതിന് കാരണം എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷൻ വിച്ച് ഈസ് ഡിറ്റർമിൻഡ് ക്വാണ്ടം മെക്കാനിക്കലി ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ ആവറേജ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സിൽ കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിൽ ആ പൊസിഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു പൊസിഷൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ, ഒരു ആവറേജ് റിസൾട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മളിവിടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൊസിഷന് മാത്രമാണോ ഇങ്ങനെ എക്സ്പെക്ടേഷൻ വാല്യൂ? ഏത് ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെയും എക്സ്പെക്ടേഷൻ വാല്യൂ ഈ രൂപത്തിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇഫ്
G of x represents, for example പറയുകയാണെങ്കിൽ, this can be extended to, this result can be extended to, result can be extended to any function which represents a physical quantity or a dynamical variable, which represents a dynamical variable. Say, പലതരത്തിലുള്ള ഡൈനാമിക്കൽ വേരിയബിൾ നമ്മൾ ഫിസിക്സിൽ പറയാറുണ്ട്. ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക്കൽ വേരിയബിളിനെ നമ്മൾ റെപ്രസെൻറ്റ്, ദാറ്റ് മീൻസ് ദാറ്റ് ഡൈനാമിക്കൽ വേരിയബിൾ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. അത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏത് ഫങ്ഷൻ ആവട്ടെ, നമുക്ക് അത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക്കൽ വേരിയബിൾ ആണ്. ആ ജി ഓഫ് എക്സിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുക, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി മോഡ് സൈ സ്ക്വയർ ഡി എക്സ് divided by integral minus infinity to plus infinity mod psi square dx. What is this? ഇത് നമ്മൾ സാധാരണ mod psi square dx is equal to integral minus infinity to plus infinity mod psi square dx is equal to 1 എന്ന് പറയുന്നതിന് നമ്മൾ പറയാറുള്ളത് നോർമലൈസേഷൻ കണ്ടീഷൻ എന്നുള്ളതാണ്. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആക്കി എടുക്കുക, നോർമലൈസേഷൻ കണ്ടീഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലൈസബിൾ ആയിരിക്കണം, വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. സോ ഇഫ് ദ വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്, if wave function is normalized, we can represent g of x is like this for a normalized wave function. Denominator വേണ്ട, normalized wave function. Clear ആയി വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയി. ഇപ്പം ഏത് ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയും ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് അറിയുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈനാമിക്കൽ വേരിയബിൾ വിച്ച് ഈസ് ദ ലീനിയർ മൊമെൻറ്റം പി. ലീനിയർ മൊമെൻറ്റം പി, ലീനിയർ മൊമെൻറ്റം പി. ഇവിടെ എന്താ പ്രശ്നം? ലീനിയർ മൊമെൻറ്റം പി ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ? അത് മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം സൈമിൾട്ടേനിയസ്ലി വിത്ത് ആൻ അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അതായത് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. ഇതാണ് നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്, അറിയാം. നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദിസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ to represent linear momentum as a function of x, as a function of x. Why? One dimensional problem ആണെങ്കിൽ p of x നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? p of x നമ്മൾ എഴുതണമെങ്കിൽ x സ്പെസിഫൈ ചെയ്യണം. x സ്പെസിഫൈ ചെയ്താൽ if we specify x, that means delta x is equal to 0. അപ്പോൾ എന്ത് സംഭവിക്കും? ഡെൽറ്റ പി ടെൻസ് ടു ഇൻഫിനിറ്റി വരും. സോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പീനെ പി ഓഫ് എക്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എഴുതിയ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി
പി ഓഫ് എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് റോങ്. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇതേ സിറ്റുവേഷൻ എനർജിക്കും വരും. കാരണം എനർജി അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ ടൈം ഫിക്സ് ചെയ്താൽ ഡെൽറ്റ ടി, ഇഫ് വി ഫിക്സ് ടൈം ഡെൽറ്റ ടി ഈസ് 0, then delta E is infinity, tends to infinity. Okay, so it is impossible to represent a function like E of t, energy as a function of time എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും എനർജിയുടെ അൺസർട്ടനിറ്റിയും എനർജിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂയും വളരെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമ്മൾ ജനറലി ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. ഇപ്പോൾ 1 ഡയമെൻഷണൽ പ്രോബ്ലത്തിൽ നമ്മൾ വളരെ ലളിതമായിട്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതിയത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാണ് നമ്മൾ എഴുതിയത്. നോർമലൈസർ ആയതുകൊണ്ട് അപ്പോൾ ഡിനോമിനേറ്റർ വേണ്ട. നോർമലൈസർ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യണം. ഡിനോമിനേറ്ററിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് പറയും. ഇനി ഒരു 3 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ ജി ഓഫ് ആർ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ വരും. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് ആർ മോഡ് സൈ സ്ക്വയർ ഡി ക്യൂബ് ആർ എന്ന് വരും. ഓക്കെ, ഇത് 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിൽ. നമ്മൾ 1 ഡയമെൻഷണൽ പ്രോബ്ലം സിംപ്ലിസിറ്റിക്ക് വേണ്ടി 1 ഡയമെൻഷണൽ സിറ്റുവേഷൻ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. 3 ഡയമെൻഷണൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 3 ഡയമെൻഷണൽ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ, ദിസ് റെപ്രസെൻറ്റേഷൻ is not possible for P and E. എനർജിയുടെയും അപ്പോൾ എനർജിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂവും മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂവും ഈ സിംപ്ലിഫൈഡ് മെത്തേഡിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എനർജിയും മൊമെന്റവും എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. അവിടെയാണ് നമ്മളൊരു പുതിയൊരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ഓപ്പറേറ്റർ ഫോർമാലിസത്തിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടിയും ലളിതമായിട്ട് മൊമെന്റത്തിൻ്റെയും എനർജിയുടെയും ഒക്കെ എക്സ്പെക്ടേഷൻ വാല്യൂവിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ എഴുതിയതിനെ ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് റീറൈറ്റ് ചെയ്ത് ഒരു ജനറൽ ഫോമിലേക്ക് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡിസ്കഷൻ അവസാനിക്കുമ്പോഴേക്കും എക്സ്പെക്ടേഷൻ വാല്യൂ വളരെ കൃത്യമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് ആസ്പെക്റ്റിലാണ് പ്രോബ്ലത്തെ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിലല്ല. കാരണം അവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇല്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് നമുക്ക്
ക്ലാസിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ പ്രൊജക്ടൈൽ മോഷനിൽ ഒരു സ്റ്റോൺ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറിയും ആ പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്യുന്നു, ഫൈനൽ എവിടെ എത്തിച്ചേരുമെന്നും ത്രോന് ശേഷം എവിടെ എത്തിച്ചേരുമെന്നും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അതിന് എത്ര സ്പീഡ് ഉണ്ടായിരിക്കുന്നു, ഇന്ന സമയത്ത് ഇന്ന സ്പീഡ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. 100% ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുക. അവിടെ നമ്മൾ വളരെ വലിയ സൈസുള്ള പാർട്ടിക്കിളുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് നെഗ്ലിജബിൾ ആണ്. അതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് എക്സാക്ട് ലൊക്കേറ്റ് ചെയ്ത് പാർട്ടിക്കിളിനെ എക്സാക്ട് ലൊക്കേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും. എക്സാക്ട് റിസൾട്ടും നമുക്ക് ഷ്രോഡിഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ അവിടെ എന്താ പറയുക അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ റിലവൻസ് ഉള്ളതുകൊണ്ടും വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി അവിടെ ഉള്ളതുകൊണ്ടും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടും നമുക്ക് ഒരു പ്രോബബിലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷനിൽ മാത്രമേ നമുക്കത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡൈനാമിക്കൽ വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമ്മളവിടെ കണ്ടുപിടിക്കുക. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. വേവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോള്യം ഇൻ ദാറ്റ് റീജിയൻ നമ്മൾ പറയും. ഓക്കെ, അവിടെ ഒരു പ്രോബബിലിറ്റിക്കാണ്. ആ പ്രോബബിലിറ്റി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഏത് ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയുടെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ളതിൽ തന്നെ അതിൻ്റെ മീനിങ് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിന് ജനറൽ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. പക്ഷേ നമുക്ക് മൊമെൻറ്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊമെൻറ്റം അല്ലെങ്കിൽ എനർജി അങ്ങനെയുള്ള പല ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസും ഇപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത ആ ജനറൽ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നിശ്ചയമായും ഇവിടെ ചെയ്യുന്നത് മൊമെൻറ്റത്തിൻ്റെയും എനർജിയുടെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് സെക്ഷൻ ഡിസ്കസസ് ആൻ ഓൾട്ടർനേറ്റീവ് method to express expectation values of momentum and energy. Momentum P and energy E. അപ്പോൾ എന്തിനാണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഡൈനാമിക്കൽ വേരിയബിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനർജി. ആ എനർജി എന്ന് പറയുന്ന ഇതൊരു ഡൈനാമിക്കൽ വേരിയബിൾ ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡൈനാമിക്കൽ, അതായത് ഡൈനാമിക്കൽ ചേഞ്ച് ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതാണ് എനർജി. ആ എനർജീനെ ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? എനർജീനെ നമ്മൾ സാധാരണ എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 12m ω² x² പ്ലസ് p²/2m എന്നൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. പി എന്ന് പറയുന്നത് P ഈസ് എ ഫങ്ഷൻ ഓഫ് x ആയിരിക്കും. p²/2m നമ്മൾ കണ്ടുപിടിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എനർജി എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അതായത് എനർജീനെ നമ്മൾ സം ഫങ്ഷൻ ഓഫ് സർട്ടൻ ഫണ്ടമെൻ്റൽ വേരിയബിൾസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു ഫങ്ഷൻ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അങ്ങനെയാണ്. ആ ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആ ഫങ്ഷൻ്റെ ഒരു വേരിയബിളിൻ്റെ ഏതെങ്കിലും ഒരു സം ഫങ്ഷൻ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് സർട്ടൻ വേരിയബിൾസ്.
എസ്പെഷ്യലി ഹാമിൽട്ടോണിയൻ. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഹാമിൽട്ടോണിയൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് T+V എന്നൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മെക്കാനിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q and P, പൊസിഷൻ ആൻഡ് മൊമെന്റം. അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ എത്തുമ്പോൾ അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്കൽ ജനറലി ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയിരിക്കും. മിക്ക കേസുകളിലും അതൊരു മാത്തമാറ്റിക്കൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതൊരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം d/dx ഇതൊരു ഓപ്പറേറ്ററാണ്. ഇൻ്റഗ്രേഷൻ ഒരു ഓപ്പറേഷനാണ്. അഡീഷൻ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നുണ്ട്. ആ മാത്തമാറ്റിക്കൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക: IH ക്രോസ് ∂/∂t പാർഷ്യൽ d/, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ടൈം ഡെറിവേറ്റീവിൻ്റെ ഒരു ഓപ്പറേറ്ററാണ്, ഇൻറ്റു IH ക്രോസ് ആണ്. ഇതാണ് എനർജിക്ക് പകരം നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി പൊസിഷൻ ആണെങ്കിൽ എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പറേറ്റർ ഇങ്ങനെ തന്നെ പറയും, ഒരു എക്സ് ക്യാപ് എന്ന് നമ്മൾ റെപ്രസെന്റ്, ഒരു ക്യാരക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഇ എന്നുള്ളത് ജനറലി ആ ഓപ്പറേറ്ററിനെ ഇ ക്യാപ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആ ഇ ക്യാപ്പ് ആണ് IH ക്രോസ് ∂/∂t വന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉണ്ടാവും. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എക്സ് ക്യാപ് എന്ന്, ഒരു ക്യാപ്പ് വെച്ചിട്ട്, ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ലീനിയർ ആംഗുലർ മൊമെന്റം, നമ്മൾ സാധാരണ L = R ക്രോസ് P എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു L എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതെന്താണെന്ന് പിന്നെ നമുക്ക് ഫർദർ PG ലെവലിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ക്ലിയർ ആവും. ആംഗുലർ മൊമെന്റം L ക്യാപ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി അതിന് സ്പിൻ എന്ന് പറയുന്ന സ്പിൻ S നമ്മൾ ഒരു ഓപ്പറേറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, S ക്യാപ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉണ്ടാവും. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ് നമ്മളുടെ വേവ് ഫംഗ്ഷൻ സൈയുടെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് തുടക്കത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ ന്യൂ ആയതുകൊണ്ട് തന്നെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും അത് മനസ്സിലാക്കുക, ഒരു ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ആ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ് വേവ് ഫംഗ്ഷന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: അത് പറയുന്നതിന് മുമ്പ്, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നതിന് മുമ്പായിട്ട് ഇതെങ്ങനെ വന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റവും പൊസിഷനും നമുക്ക് റെപ്രസെന്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റവും എനർജിയും നമുക്ക് റെപ്രസെന്റ് ചെയ്യണമല്ലോ, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാം. ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തൊരു പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഇൻ 1 ഡയമെൻഷൻ മതി. ഫ്രീ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ. അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ psi ഓഫ് എക്സ് t = ഒരു പ്ലെയിൻ വേവ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് (a⁻I/h ക്രോസ് ഇൻറ്റു et - px). P എന്ന് പറയുന്നത് മൊമെന്റമാണ്. P എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ.
P എന്ന് പറയുന്നത് momentum of the particle, linear momentum of the particle. So you consider a free particle in one dimension. The wave function for this free particle can be represented in this form. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ എക്സ്പ്രഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എടുത്തൊരു പാർട്ടിക്കിൾ ഫ്രീ പാർട്ടിക്കിളാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഐഡിയൽ സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ വേവ് ഫംഗ്ഷൻ നമ്മളിവിടെ ഈ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ സൈ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടക്കുക. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പൊണൻഷ്യൽ ടൈം ഇ റേസ് ടു മൈനസ് എക്സ്പൊണൻഷ്യലിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് തന്നെ കിട്ടും ഇ ടി മൈനസ് പി എക്സ് എന്ന് വരും. ഇനി മൈനസ് ഐ ബൈ എച്ച് ക്രോസ് കോൺസ്റ്റൻ്റ് ആണ്. ഇ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും ഇൻറ്റു മൈനസ് പി ഇൻറ്റു 1 എന്ന് വരും. സോ I by h cross p into a e raised to minus I by h cross e t minus px. അപ്പോൾ എന്തായി? ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. I by h cross into p psi നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഡോ സൈ ബൈ ഡോ എക്സ്. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പി സൈ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു സൈ എന്ന് വരും. ഓക്കെ, ഇതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് മൊമെന്റം പി എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് എന്ത്? എച്ച് ക്രോസ് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ സൈഡ് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫ്രീ പാർട്ടിക്കിൾ. ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഇത് എങ്ങനെയാണ്? ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഓർത്ത് വയ്ക്കുക. വേണ്ട, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഇത് കിട്ടി. ഇതേപോലെ തന്നെ എനർജിയുടെ എക്സ്പ്രഷനും ഒന്നുകൂടി കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈനെ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? സൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ്. ശരിയാണല്ലോ? അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി കിട്ടുക. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്ന് വരും? എ കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പൊണൻഷ്യലിൻ്റെ ഡിഫറൻസിയേഷൻ അത് തന്നെ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ എന്ന് വരും. ഓക്കെ, സോ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ സൈ എന്ന് എഴുതാം. സോ 1 by IH cross E psi എന്ന് കൊടുക്കാം. So therefore E psi can be represented as IH cross dou by dou t into psi. Equation number 5. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. P psi is equal to H cross by I dou by dou x into psi. ഇപ്പോൾ പി എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന മൊമെന്റം വേവ് ഫംഗ്ഷന് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് എച്ച് ക്രോസ് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പറേറ്ററാണ്, ഇതൊരു ഡൈനാമിക്കൽ വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ദസ് വി ക്യാൻ സേ ദാറ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, the dynamical quantity in some sense corresponds to
corresponds to the differential operator H cross by I dou by dou x and the dynamical quantity E similarly corresponds to the differential operator I H cross dou by dou t. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററും ലീനിയർ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററുമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് പി എന്ന് പറയുന്ന ഓപ്പറേറ്റർ, പി ക്യാപ് എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. എനർജിയുടെ ഓപ്പറേറ്റർ ഇ എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. ഇതിപ്പോൾ നമ്മളൊരു ഫ്രീ പാർട്ടിക്കിളുടെ കേസിലാണ് നമ്മളിത് ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ കിട്ടിയത്. പക്ഷേ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ ഏത് പ്രോബ്ലത്തിനും നമുക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ത്രീ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ മൊമെന്റത്തിനെ നമ്മൾ എച്ച് ക്രോസ് ബൈ ഐ ഇൻറ്റു ഡെൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ഗ്രേഡിയൻറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എനർജി ഈസ് അഗെയിൻ ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. ഓക്കെ, ക്ലിയർ. അപ്പോൾ ലീനിയർ മൊമെന്റത്തിനും എനർജിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റവും എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജിയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത്. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം പി വിൽ ബി ഈക്വൽ ടു, അതിങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഇന്റഗ്രൽ -∞ ടു +∞ സൈ സ്റ്റാർ, പിന്നെ ആ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എഴുതും, പിന്നെ സൈ എന്ന് എഴുതും ഡി എക്സ്. നോർമലൈസ് ചെയ്യാൻ വേണമെങ്കിൽ അത് ചെയ്യണം. അതില്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലൈസർ ആണെന്നുള്ള കൺസിഡറേഷനിൽ ഡിനോമിനേറ്റർ എഴുതുന്നില്ല. ഇന്റഗ്രൽ -∞ ടു +∞ സൈ സ്റ്റാർ എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു സൈ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനർജിയുടെയും മൊമെൻറ്റത്തിൻ്റെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. എനർജിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എങ്ങനെ എഴുതാൻ പറ്റുമെന്നും ജനറലി കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എങ്ങനെ എഴുതാമെന്നും അതെന്തുകൊണ്ട് ഈ ഒരു ഫോം നമ്മൾ ചൂസ് ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നുള്ള രൂപത്തിലാണ് എഴുതിയത്. ഇവിടെ എഴുതിയപ്പോൾ ഞാൻ സൈ സ്റ്റാർ ഓപ്പറേറ്റർ സൈ എന്നുള്ള രൂപത്തിലാണ് എഴുതിയത്. എന്തുകൊണ്ടാണ് ആ ഒരു റെപ്രസെൻറ്റേഷൻ ചൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.